നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. ഇന്നലെ അൻവർ എന്ത് പറയുന്നെന്ന് കേൾക്കാൻ നമ്മളൊക്കെ ടി വി മുമ്പിലിരുന്നു അല്ലേ. ഇന്നലെ അന്തിച്ചർച്ച പോലും മാറ്റിവെച്ചാണ് പല ചാനലുകളും അദ്ദേഹത്തിന്റെ പ്രസംഗം ലൈവായി കാണിച്ചത്. അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് താനൊരു മതേതരവാദിയാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ. കൂടുതൽ സമയം താൻ ഹിന്ദുസ്ത്രീയുടെ മുലപ്പാല് കുടിച്ചാണ് വളർന്നത്, തറവാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് അതിനു വേണ്ടി തന്നെയായിരുന്നു, മതേതരവാദിയാണെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. കാരണം പിണറായി ഗവൺമെന്റ് അദ്ദേഹത്തിന് ചില കേസുകളൊക്കെ ഉണ്ട് നമുക്കറിയാം. പിണറായി ഗവൺമെന്റ് BJP-യുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കി ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അങ്ങനെ മുസ്ലിങ്ങളിടയിൽ ഒരു ഇതുണ്ടാക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക, എന്നിട്ട് മുസ്ലിങ്ങളൊക്കെ തന്റെ പിന്നിൽ അണിനിരത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. അതിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ പിണറായി ഗവൺമെന്റ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തില്ല അല്ലേ. ചില കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം ആക്ഷൻ എടുത്തില്ലേ അല്ലേ. ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, പിന്നെ ഇങ്ങനെ ലീവിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പിണറായി ഗവൺമെന്റിന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചെയ്യാൻ പറ്റുമോ? അത് സാധിക്കില്ലല്ലോ അല്ലേ. ഒരു പാർട്ടിയുടെ ഒരു പ്രസ്റ്റീജ് അതും കൂടി നോക്കണ്ടേ. എല്ലാ രീതിയിലും ഇങ്ങനെ ഒരാൾ പറയും പോലെ പ്രവർത്തിക്കാൻ ഒരു പാർട്ടിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും അതിന് പല കാര്യങ്ങളും പിണറായി ഗവൺമെന്റ് ഒരു അനുകൂല നിലപാട് എടുത്തു, ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാട് എടുത്തു എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഒരു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം പാർട്ടി CPM-നോട് ഒരു വെറുപ്പുണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണെന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇന്നലെ ആളുകൂടിയത് നോക്കണ്ട, ആളുകൂടിയത് നമ്മൾ TV മുമ്പിലിരുന്നത് പോലെ അദ്ദേഹം എന്ത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയായിരിക്കണം. അവിടെ കൂടിയിരുന്നവരൊക്കെ അദ്ദേഹത്തിനോട് താല്പര്യമുള്ളവരാണ്, അനുഭവമുള്ളവരാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അല്ലേ. അദ്ദേഹത്തോട് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അദ്ദേഹം എന്ത് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നവരായിരിക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ TV മുമ്പിലിരുന്ന പോലെ അദ്ദേഹം എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള കാര്യം കണ്ടറിയണം അല്ലേ. എല്ലായിടത്തും പോയി അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു, എല്ലായിടത്തും പോകും എന്നൊക്കെ ഇതൊക്കെ തന്നെയല്ലേ പറയാം. അദ്ദേഹത്തിന് പുതുതായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പിണറായി ഗവൺമെന്റിനെതിരെ ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല അല്ലേ. അത് കാലം തെളിയിക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.